CPM സമ്മേളനത്തിനായി റോഡ് ബ്ലോക്ക് ചെയ്ത് സ്റ്റേജ് കെട്ടിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം വഞ്ചൂർ കോടതി മുതൽ ത്രിവേണി ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ റോഡ് അടച്ചായിരുന്നു CPM പാളയം ഏരിയ സമ്മേളനത്തിനായി സ്റ്റേജ് നിർമ്മിച്ചത്. ഇതോടെ വൈകിട്ടോടെ വൻ ഗതാഗതക്കുരുക്കാണ് പ്രദേശത്ത് നേരിട്ടത്. പോലീസ് അനുമതി ഇല്ലാതെയായിരുന്നു സ്റ്റേജ് നിർമ്മാണവും വൈകിട്ടത്തെ റാലിയും. പൊതുവഴി തടസ്സപ്പെടുത്തി സ്റ്റേജ് നിർമ്മിക്കുന്നത് ആദ്യമായി വാർത്ത നൽകിയത് സി മലയാളം ന്യൂസ് ആയിരുന്നു. സ്റ്റേജ് കെട്ടാൻ അനുമതി വാങ്ങിയെന്നായിരുന്നു പാളയം ഏരിയ സെക്രട്ടറിയുടെ വിശദീകരണം. എന്നാൽ വാങ്ങിയില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. സ്റ്റേജ് കെട്ടി ഗതാഗത തടസ്സം സൃഷ്ടിച്ചതിനും പ്രകടനം നടത്തിയതിനുമെതിരെയാണ് പോലീസ് കേസെടുത്തത്. കണ്ടാലറിയാവുന്ന 500 പേർക്കെതിരെയാണ് കേസ്. എന്നാൽ ആരെയും കേസിൽ പ്രതി ചേർത്തിട്ടില്ല. അനധികൃതമായി സംഘം ചേരൽ, ഗതാഗത തടസ്സം സൃഷ്ടിക്കൽ, പോലീസിനോട് അപമര്യാദയായി പെരുമാറൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. സമ്മേളന പരിപാടികൾ നടത്താൻ മാത്രമാണ് CPM അനുമതി വാങ്ങിയത്. നടുറോട്ടിൽ സ്റ്റേജ് കെട്ടാൻ അനുമതി വാങ്ങിയിട്ടില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. രാവിലെ മുതൽ റോഡ് ബ്ലോക്ക് ചെയ്ത് സ്റ്റേജ് നിർമ്മാണം നടത്തിയിട്ടും അനുമതിയില്ലെങ്കിൽ എന്തുകൊണ്ട് പോലീസ് ഇത് തടഞ്ഞില്ലെന്നടക്കമുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഉദ്ഘാടനം ചെയ്തത്. സ്റ്റേജ് നിർമ്മാണം നടത്തിയ റോഡിന്റെ ഇരുഭാഗവും പോലീസിന്റെ ക്രോസ് ബാർ ഉപയോഗിച്ച് തടഞ്ഞിരുന്നു. പൊതുഗതാഗതം തടസ്സപ്പെടുത്തി സ്റ്റേജ് നിർമ്മാണം പാടില്ലെന്ന ഉത്തരവ് കൂടിയാണ് ഇവിടെ ലംഘിക്കപ്പെട്ടത്. അത് മറ്റൊരു കോടതിയുടെ അടുത്ത് തന്നെ. രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.